ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, സ്വർഗരാജ്യത്തെ കാണിക്കുവാൻ യേശു അനേകം ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഉപമയാണ് വിവാഹ വിരുന്നിൻ്റെ ഉപമ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പിതാവ് പുത്രന് വേണ്ടി നടത്തുന്ന ഒരു വിവാഹത്തെക്കുറിച്ച് അവിടെ യേശു പറയുന്നു. എന്താണ് ഈ വിവാഹത്തിൻ്റെ ഉപമ വെച്ച് യേശു സംസാരിച്ചത്? ഇസ്രായേലിൻ്റെ വിവാഹ ട്രഡീഷൻ അതിനു മുമ്പ് നമ്മളൊന്ന് പഠിക്കുന്നത് വളരെ നല്ലതാണ്. എന്താണ് ഇസ്രായേലിൻ്റെ വിവാഹ ട്രഡീഷൻ? നമ്മുടെ വിവാഹത്തിനേക്കാൾ വ്യത്യാസമുണ്ട്. ഇസ്രായേലിൻ്റെ വിവാഹ ട്രഡീഷൻ എന്ന് പറയുന്നത് വരൻ്റെയും വധുവിൻ്റെയും വീട്ടുകാർ തമ്മിലാണ് ആദ്യം വിവാഹ ഉടമ്പടി അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ഉടമ്പടിയിലേക്ക്, കോൺട്രാക്റ്റിലേക്ക് എത്തിപ്പെടുന്നത്. പേരൻസ് രണ്ടുപേരുമാണ് വിവാഹ ഉടമ്പടി തീരുമാനിക്കുന്നത്. ഈ വിവാഹ ഉടമ്പടി തീരുമാനിച്ചാൽ വിവാഹം നടത്തിയ പോലെ തന്നെയാണ്, വിവാഹത്തിൻ്റെ ഈക്വലായിട്ട് തന്നെയാണ് ഈ ഉടമ്പടിയെ അവർ കരുതുന്നത്. നമുക്കറിയാം, ജോസഫും മറിയവും വിവാഹ ഉടമ്പടി, അവർ വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണ്. വിവാഹ നിശ്ചയത്തിന് ശേഷം മറിയത്തെ കൂടെ കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് വിവാഹ ഉടമ്പടി പോലെ തന്നെയാണ്. ഇസ്രായേലിൻ്റെ ട്രഡീഷൻ, വിവാഹ ഉടമ്പടി നടന്നു കഴിഞ്ഞാൽ വധു തൻ്റെ വീട്ടുകാരുടെ കൂടെ തൻ്റെ വീട്ടിലേക്ക് പോകും. വരൻ എന്ത് ചെയ്യും? വരൻ തൻ്റെ പുതിയ ഭവനം ഒരുക്കുവാൻ പിതാവിൻ്റെ സന്നിധി തൻ്റെ വീട്ടിലേക്ക് പോകും. മണിയറ ഒരുക്കുക എന്നാണ് പറയുക. വരൻ തൻ്റെ ഭവനം ഒരുക്കാനും വിവാഹത്തിന് ശേഷം തനിക്ക് കഴിയാനുള്ള മണിയറ ഒരുക്കുവാൻ വേണ്ടി പോകും. അതിന് ഇത്ര ദിവസമൊന്നുമില്ല, അത് എത്ര സമയം വേണമെങ്കിലും എടുക്കാം. ഈ മണിയറ ഒരുക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? വരൻ തൻ്റെ അനുയായികളുമായിട്ട്, തൻ്റെ പരിവാരങ്ങളുമായിട്ട് വധുവിൻ്റെ വീട് സന്ദർശിക്കാൻ വരിക എന്നുള്ളതാണ് അടുത്ത ഒരു ചടങ്ങ്. ഈ വരൻ വധുവിൻ്റെ വീട്ടിലേക്ക് വരുന്നത് വലിയ ആഹ്ലാദപൂർവ്വം, ആഘോഷപൂർവ്വമാണ്. വരൻ്റെ സുഹൃത്തുക്കളും പരിവാരങ്ങളും എല്ലാം ആയിട്ടാണ് വരുന്നത്. ഷിഖോഫാർ എന്ന് പറഞ്ഞൊരു കാഹളം ഊതിക്കൊണ്ടാണ് അവർ ആഘോഷപൂർവ്വം വരുന്നത്. ഐബിക്സ് എന്ന് പറഞ്ഞൊരു കാട്ടാടിൻ്റെ കൊമ്പ് കൊണ്ടാണ് ഈ കാഹളം ഉണ്ടാക്കുന്നത്. ഈ കാഹളമെല്ലാം ഊതി വലിയ ആഘോഷവുമായിട്ട് ഈ വധുവിൻ്റെ വീട്ടിലേക്ക് വരൻ വരും. ഈ വരൻ വരുമ്പോൾ വരനെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് ഈ മണവാട്ടിയുടെ ഭവനവും മണവാട്ടിയുടെ തോഴിമാരും എല്ലാം സ്വച്ഛ ജഡമാംസ തൈലമൊക്കെ പൂശി കയ്യിൽ വിളക്കുമായിട്ട് വരനെതിരേൽക്കാൻ അവർ ആഹ്ലാദപൂർവ്വം ചെല്ലും. അപ്പോൾ വധു ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ദൂരെ കാഹളം കേൾക്കാം. കാഹളവും പരിവാരങ്ങളും എല്ലാം വരുമ്പോൾ വധുവും ഭവനത്തിൽ മനസ്സിലാവും മണവാളൻ തന്നെ എതിരേൽക്കാൻ വരുന്നുണ്ട്. അവർ ഒരുങ്ങിയിരിക്കും. മണവാളൻ വരുമ്പോൾ അവർ ഒരുങ്ങി അവരെ സ്വീകരിക്കാൻ വേണ്ടി ആ തൈലമൊക്കെ പൂശി വിളക്കുമൊക്കെ ഏന്തി ഈ വരനെ വരവേൽക്കാൻ വേണ്ടി ഓടിച്ചെല്ലും. പിന്നീട് വരനുമായിട്ടുള്ള അവരുടെ വിവാഹ ശേഷം 7 ദിവസം ഈ മണവാട്ടിയുമായിട്ട് വരൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലാണ് 7 ദിവസം അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെ ആണ് ഒരു ഇസ്രായേലിൻ്റെ ട്രഡീഷൻ. വിവാഹശേഷം ഈ വധു വരൻ്റെ കൂടെ മണിയറയിലായിരിക്കും. ഈ മണിയറ പിതാവിൻ്റെ സന്നിധിയിലാണ്. 7 ദിവസം അവർ പിതാവിൻ്റെ സന്നിധിയിലാണ്. ഇങ്ങനെയാണ് ഒരു ഇസ്രായേലിൻ്റെ ഒരു ട്രഡീഷൻ പോകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇനി ഈ ഒരു വിവാഹ ഉടമ്പടിയും കർത്താവ് പറഞ്ഞ സ്വർഗരാജ്യത്തിൻ്റെ ഉപമയും തമ്മിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, നമുക്കറിയാം, മണവാളനായ ക്രിസ്തു തൻ്റെ മണവാട്ടി സഭയിലേക്ക് വരുമ്പോൾ, മണവാട്ടി സഭയെ സ്വീകരിക്കാൻ വരുമ്പോൾ, കാഹളം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ കാഹള ശബ്ദത്തോടും കൂടി ശക്തിയേറിയ ആ വലിയൊരു സാന്നിധ്യത്താലാണ് സഭയെ ചേർക്കാനായിട്ട് യേശു വരുന്നത്. ഇതൊരു കറക്റ്റായിട്ട് ഒരു വിവാഹത്തിൻ്റെ ഉടമ്പടിയോട്, വിവാഹത്തിൻ്റെ എക്സാമ്പിളോട് ചേർത്ത് വെക്കുമ്പോൾ യഹൂദന്മാർക്ക് വളരെ മനസ്സിലാകും. കാരണം അവരുടെ നാട്ടിലെ വിവാഹ ട്രഡീഷൻ എങ്ങനെയാണ്. ഈ വിവാഹത്തിനനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കർത്താവ് വരുന്നത് ഉപമയായിട്ട് നമുക്ക് ചേർത്ത് പറഞ്ഞാൽ കർത്താവിൻ്റെ ഗംഭീരനാദത്തോടുകൂടി പ്രധാന ദൂതൻ്റെ ശബ്ദം. കർത്താവിൻ്റെ ഗംഭീരനാദം എന്ന് പറഞ്ഞാൽ ലാസറെ ഉയർപ്പിച്ച ശബ്ദമാണ്. ലാസറേ ഉയർക്കുക, പുറത്തു വരിക. ആ ഗംഭീരനാദം, കർത്താവിൻ്റെ ശബ്ദം, ഉഗ്രശബ്ദം പറയുമ്പോൾ മരിച്ചവനായ ലാസർ എഴുന്നേറ്റ് പോലെ വാനമേഘങ്ങളിൽ യേശുവിൻ്റെ ശബ്ദത്തിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. അവൻ്റെ ഗംഭീരനാദത്തിൽ, സ്തോത്രം, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കണം. തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ ആ വിവാഹ ഉടമ്പടിയിൽ അനേക കാര്യങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അടുത്തതായിട്ട് പിതാവ് പുത്രന് വേണ്ടി ഒരുക്കുന്ന ഒരു വിരുന്നിനെ കുറിച്ച് അവിടെ പറയുകയാണ്. മത്തായി 22 അധ്യായം അതിൻ്റെ 2 മുതൽ വായിക്കുമ്പോഴാണ് പിതാവ് പുത്രന് വേണ്ടി ഒരുക്കുന്ന ഒരു വിരുന്നിനെ കുറിച്ച് മനസ്സിലാകുന്നത്. അനേകം പേരെ പിതാവ് ആ വിരുന്നിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ചിലർ പറഞ്ഞു എനിക്കിപ്പോൾ വരാൻ സമയമില്ല, ചിലർ പറഞ്ഞു ഞാൻ തിരക്കിലാണ്, ഞാൻ വയൽ വാങ്ങി, ഞാൻ തിരക്കിലാണ്. ഉടനെ ദാസന്മാരെ വീണ്ടും അയച്ചു, പലരെയും ക്ഷണിച്ചു. അങ്ങനെ വിളിക്കപ്പെട്ടവർ ചിലർ വന്നില്ല, ചിലർ ഒഴിവുകൾ പറഞ്ഞു. എന്നാൽ വീണ്ടും ദാസന്മാരയച്ച് മറ്റ് സ്ഥലങ്ങളിലെല്ലാം നിൽക്കുന്നവരെല്ലാം ആ വിവാഹത്തിലേക്ക് വിളിക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ വിവാഹ വിരുന്നിൽ ഒരുവൻ വിവാഹ വസ്ത്രമില്ലാതെ ഇരിക്കുന്നത് കാണുമ്പോൾ പിതാവ് അവനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ വസ്ത്രമില്ലാതെ വന്നിരിക്കുന്നത്? വിവാഹ വസ്ത്രമില്ലാത്തവനെ വിവാഹ വിരുന്നിന് പുറത്താക്കും. നമ്മളാണെങ്കിൽ പോലും ഒരു നല്ല വസ്ത്രം ഇട്ടിട്ടേ വിവാഹത്തിൽ പങ്കെടുക്കാറുള്ളൂ, അല്ലേ? ഒരു നല്ല വസ്ത്രമില്ലാതെ, പ്രത്യേകിച്ച് നമ്മൾ ഒരു നല്ല വസ്ത്രം വാങ്ങുന്നത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായും പുതിയ വസ്ത്രങ്ങൾ വാങ്ങും. നമ്മളൊരു കല്യാണം നടത്തുന്ന ഒരാളാണ് ഇരിക്കട്ടെ, നമ്മളൊരു കല്യാണം നടത്തുമ്പോൾ നമ്മുടെ കല്യാണത്തിന് വഴി കൂടെ പോകുന്ന അഴുകി മുഷിഞ്ഞ ഒരു വസ്ത്രം ധരിച്ച ഒരാൾ നമ്മുടെ VIP ഇരിക്കുന്ന പന്തിയിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെ മാറ്റി നിർത്തും. നമ്മളായാലും മാറ്റി നിർത്തും. നമ്മളൊരിക്കലും VIP കൂടെ മുഷിഞ്ഞ് നാറിയ അഴുകിയ അല്ലെങ്കിൽ ഈ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരു രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ കയറ്റി ഇരുത്തത്തില്ല. അവരെ മാറ്റി പുറത്താക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. വിവാഹ വസ്ത്രം എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. അപ്പോൾ കുഞ്ഞാടിൻ്റെ വിവാഹമുണ്ട്. അവിടെ വിരുന്ന് എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ ദൈവം ഒരുക്കുന്ന ആ വിരുന്നിൽ വിവാഹ വസ്ത്രം അവിടെ ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. വിവാഹ വസ്ത്രം ധരിക്കാത്തവനോട് ചോദിക്കുകയാണ്, പുറത്ത് ഇരുളിലേക്ക് നീ പോകാനാണ് പറയുന്നത്. എന്താണ് അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു വിവാഹ വസ്ത്രം? നമുക്കതും കൂടെ ഒന്ന് ചിന്തിക്കാം. വിരുന്നിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വിരുന്ന് നടത്തുന്നത് പിതാവായ ദൈവമാണ്. പുത്രന് വേണ്ടിയിട്ടാണ് ഈ വിരുന്ന് നടത്തുന്നത്. പുത്രൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, പിതാവ് ദൈവവും പുത്രൻ കർത്താവായ യേശുക്രിസ്തുവാണ്. തൻ്റെ സഭയാണ് മണവാട്ടി. സഭയെ ചേർക്കുവാൻ പിതാവ് തൻ്റെ പുത്രനെ അയക്കുമ്പോൾ പിതാവ് തൻ്റെ പുത്രന് വേണ്ടി ഒരുക്കുന്ന വിവാഹ വിരുന്നിൽ വിവാഹ വസ്ത്രമില്ലാതെ വരുന്നവരെ പുറത്താക്കുന്നത് കാണാൻ സാധിക്കും. ഈ വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗത്തിൽ വിശുദ്ധരെ നമുക്ക് വസ്ത്രങ്ങൾ അണിയിക്കുന്നത് കാണാൻ സാധിക്കും. വെളിപാട് പുസ്തകം 7 അധ്യായം 9 വാക്യത്തിൽ അവരെ ശുഭ്രവസ്ത്രങ്ങൾ, വെളുത്ത വസ്ത്രം ധരിക്കുന്നത്, ധവള വസ്ത്രം ധരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വെളിപാട് പുസ്തകം 7 അധ്യായം 14 വാക്യത്തിൽ അവരെ എല്ലാം വസ്ത്രം ധരിപ്പിക്കുന്നത്, കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകിയ അങ്കികളെ അവർ ധരിക്കുന്നത് കാണാൻ സാധിക്കും. കർത്താവിൽ പ്രിയരെ, എന്താണ് ദൈവവചനം പറഞ്ഞിരിക്കുന്ന ആ വസ്ത്രം? കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ ഒരുവന് ഉണ്ടാകേണ്ട വസ്ത്രം എന്താണ്? വസ്ത്രത്തെപ്പറ്റി പറയുമ്പോൾ വെളിപാട് പുസ്തകം 19 അധ്യായം 8 വാക്യം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒരുവൻ്റെ സത്പ്രവൃത്തിയാണ് അവൻ്റെ വസ്ത്രം. നീ ഭൂമിയിൽ ചെയ്ത സത്പ്രവൃത്തികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് വസ്ത്രമാണ്. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ പട്ടിണിയിലായിരുന്നു, ഞാൻ പ്രയാസത്തിലായിരുന്നു, നിങ്ങൾ എന്നെ കരുതി. എങ്കിൽ ദൈവം പറയാണ്, നിൻ്റെ പ്രവൃത്തികൾ ആണ് ദൈവസന്നിധിയിൽ വസ്ത്രമായിരിക്കുന്നത്. വിവാഹ വസ്ത്രമുള്ളവനെ മാത്രമേ കുഞ്ഞാടിൻ്റെ വിരുന്നിൽ പങ്കെടുപ്പിക്കുള്ളൂ. അതിൻ്റെ അർത്ഥം, നീ വിവാഹത്തിൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ നിൻ്റെ സത്പ്രവൃത്തി ദൈവസന്നിധിയിൽ യേശുവിന് വേണ്ടി നീ ചെയ്തെങ്കിൽ അത് നിൻ്റെ സത്പ്രവൃത്തിയാണ്. കർത്താവിൽ പ്രിയരെ ശ്രദ്ധിക്കണമേ, യേശുവിനെ നമുക്ക് ഭൂമിയിൽ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന്, ദൈവവചനം യേശുവാണ്. യേശുവിനെ വചനത്തിൽ കാണാം. 2, യേശുവിനെ എവിടെ കാണാൻ സാധിക്കും? വിശുദ്ധ കുർബാനയിൽ യേശുവിനെ കാണാൻ സാധിക്കും. 3 യേശുവിനെ കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? അത് ദരിദ്രരുടെ ഇടയിലാണ്, പാവങ്ങളുടെ ഇടയിലാണ്. എൻ്റെ സഹോദരന് വേണ്ടി നീ ഇത് ചെയ്തു തന്നപ്പോൾ എനിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തു തന്നത് എന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സത്പ്രവൃത്തികളാണ് നമ്മുടെ വിശുദ്ധ വസ്ത്രം. ഈ വിശുദ്ധ വസ്ത്രമില്ലാതെ കുഞ്ഞാടിൻ്റെ വിരുന്നിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല. സ്തോത്ര, ഹല്ലേലൂയ. യേശു പറഞ്ഞു, സഭയെ കൂട്ടാൻ വരുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ മണിയറയിൽ അല്ലെങ്കിൽ 7 ദിവസം മണിയറയിൽ ഇരിക്കും പോലെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കറിയാം, സഭ എടുക്കപ്പെടുന്ന ശേഷമുള്ള 3.5-7 വർഷത്തിൻ്റെ പീഡാകാല സന്നിധിയിൽ നമ്മൾ മധ്യാകാശത്തിങ്കൽ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കും. അതിനുശേഷം വരൻ വധുവിനെ തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. യേശു പറഞ്ഞു, എൻ്റെ ഭവനത്തിൽ, യോഹന്നാൻ 14 പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്.
ഓ സ്തോത്ര ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ഒരുക്കുന്ന വാസസ്ഥലങ്ങളാണ്. ഒരു വിവാഹ വിരുന്നിൻ്റെ ഉപമയിലൂടെ നമ്മളോട് പറയുമ്പോൾ, പല കാര്യങ്ങൾ നമ്മൾ ഉപമയിലൂടെ പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് സ്വർഗീയ രഹസ്യമാണ്. അതായത് ക്രിസ്തു മണവാളനായി വന്ന് സഭയെ ചേർക്കും. ക്രിസ്തുവിൻ്റെ വരവ് തൻ്റെ സ്വർഗീയ വിശുദ്ധരോടും തൻ്റെ പരിവാരങ്ങളോടും കൂടെ പ്രധാന ദൂതൻ്റെ കാഹള ശബ്ദത്തോടും ഗംഭീര നാദത്തോടും കൂടെ വധുവായ മണവാട്ടി സഭയെ ഏറ്റെടുക്കാൻ വേണ്ടി വരും. സഭയെ വീണ്ടെടുക്കാൻ വരുമ്പോൾ കർത്താവ് തൻ്റെ ഗംഭീര ശബ്ദത്തോടും കാഹളനാദത്തോടും കൂടെ തൻ്റെ സഭയെ വീണ്ടെടുക്കുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്നത് തെസ്സലോനിക്ക ലേഖനം പറയുകയാണ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, അവൻ്റെ വിശുദ്ധർ എഴുന്നേൽക്കും, അവനോടുകൂടെ രൂപാന്തരം പ്രാപിച്ച് സഭ ഇതാ ക്രിസ്തുവിൻ്റെ കൂടെ ചേരും. മധ്യാകാശത്തിങ്കൽ അവർ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുകയും ഇതാ അതിനുശേഷം തൻ്റെ ഭവനത്തിലേക്ക് തൻ്റെ സഭയെ, തൻ്റെ മണവാട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നതും കാണാൻ സാധിക്കും. വെറുതെ നമ്മൾ നോക്കുമ്പോൾ വെറും ഒരു ഉപമയല്ല യേശു പറഞ്ഞിരിക്കുന്നത്. വിവാഹ വിരുന്നിൻ്റെ ഉപമ പിതാവ് പറയുമ്പോൾ അനേകരെ ഇതിലേക്ക് ക്ഷണിച്ചു, അനേകരെ ഈ രക്ഷയിലേക്ക് ക്ഷണിച്ചു, അനേകരെ ക്രിസ്തുവിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. പലരും ആ രക്ഷ തള്ളിക്കളഞ്ഞു. എന്നാൽ സ്വീകരിച്ചവരെ ആകട്ടെ അവൻ വിശുദ്ധീകരിച്ചു. അതിൽ സൽപ്രവർത്തികൾ ചെയ്ത ദൈവ വചനത്തെ അനുസരിച്ച് ജീവിച്ചവരാണ് അവൻ്റെ ശുഭ്രവസ്ത്രത്തോടു കൂടി അവനോടുകൂടെ ചേർന്നവർ. അവർ വിവാഹ വസ്ത്രത്തിൽ പങ്കെടുക്കുകയും ദൈവസന്നിധിയിൽ ആയിരിക്കുകയും ചെയ്യും. നമുക്കറിയാം, വചനം പഠിക്കുമ്പോൾ സ്വർഗത്തിൽ കുഞ്ഞാടിൻ്റെ ഒരു വിവാഹമുണ്ട്. ഈ വിവാഹത്തിൽ വലിയവരും ചെറിയവരുമുണ്ട്. നിൻ്റെ സൽപ്രവർത്തികൾ വലുതെങ്കിൽ ആ കുഞ്ഞാടിൻ്റെ വിവാഹത്തിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വിവാഹ സന്നിധിയിൽ നിനക്കായിരിക്കാൻ സാധിക്കും. ഈ ചെറിയവരാണെങ്കിൽ അതിന് പുറത്തു നിൽക്കാനേ സാധിക്കത്തുള്ളൂ. വലിയ അവകാശം നമുക്ക് ലഭിക്കണമെങ്കിൽ, കുഞ്ഞാടിൻ്റെ കൂടെ സന്നിധിയിലിരിക്കണമെങ്കിൽ, തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, ആ സ്വർഗീയ വാസസ്ഥലം ലഭിക്കണമെങ്കിൽ കർത്താവിൽ പ്രിയരെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവവചനം അനുസരിക്കുവാൻ, നഗ്നനെ ഉടുപ്പിക്കാൻ, രോഗിയെ കരുതുവാൻ, അനാഥനെയും വിധവകളെയും കരുതുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനം അനുസരിക്കുന്നതിനെ മാറുവാൻ, പഠിച്ച വചനങ്ങൾ പാലിക്കുന്നതിനെ മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ആ കുഞ്ഞാടിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ ദൈവം നമ്മളെല്ലാവരും കൃപ തരട്ടെ. സ്തോത്ര ഹല്ലേലൂയ. മണവാളൻ സ്വീകരിക്കാൻ വരുമ്പോൾ മണവാട്ടി അവനെ എതിരേൽക്കാൻ ചെല്ലുമ്പോൾ സ്വച്ഛ ജഡമാൻസി തൈലം പൂശി കയ്യിൽ വിളക്കുമായിട്ടാണ് ചെല്ലുന്നത്. വിളക്ക് ക്രിസ്തീയ ജീവിതമാണ്. വിളക്കിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, അത് തണ്ടിന്മേലാണ് വെക്കേണ്ടത്, പറയുടെ കീഴിലല്ല വെക്കേണ്ടത്. വിളക്കെന്ന് പറഞ്ഞാൽ നീ പ്രകാശിക്കണം. ക്രിസ്തീയ ജീവിതം വിളക്കാണ്. അനേകരെ കരുതേണ്ടത്, അനേകർക്ക് പ്രകാശം കൊടുക്കേണ്ടതാണ് വിളക്ക്. ഈ വിളക്കിലെ എണ്ണ എന്ന് പറയുന്നത് വചനമാണ്. എണ്ണയുണ്ടെങ്കിലേ തീയായ പരിശുദ്ധാത്മാവ് ഉണ്ടാവുള്ളൂ. നിന്നിൽ വചനവും, നീ ക്രിസ്തീയ ജീവിതം തിരഞ്ഞെടുത്തു, നിന്നിൽ വചനവും നിന്നിൽ തീയുണ്ടെങ്കിൽ അത് അനേകരെ പ്രകാശിക്കുന്നതായി. മണവാളിനെ എതിരേൽക്കണമെങ്കിൽ വിളക്കും എണ്ണയും തീയുമായി കരുതി ഒരുങ്ങിയിരിക്കുന്നവരെ മാത്രമേ സ്വീകരിക്കപ്പെട്ടുള്ളൂ. നമ്മളിലെല്ലാം ദൈവവരം നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, ശുഭ്രവസ്ത്രത്തിൽ ലഭിക്കുന്ന അസത്പ്രവർത്തികളാൽ നിറഞ്ഞ് ദൈവവചനം പാലിക്കുവാൻ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവേ ഇവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.